ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ അപ്പനമ്മയും സമരമുഖത്തിരിക്കുന്ന ഈ സമയത്ത് വഖഫ് ഭേദഗതി ബില്ലിൽ ശ്രീ ഹൈബീഡിന്റെ നിലപാട് എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ആരാധനാലയം നഷ്ടപ്പെടാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ പാർലമെന്റിൽ ശ്രീ ഹൈബീഡിന്റെ നിലപാട് എന്താണെന്ന് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ അപ്പനും അമ്മയും സമരമുഖത്തിരിക്കുന്ന ഈ സമയത്ത് വഖഫ് ഭേദഗതി ബില്ലിൽ ശ്രീ ഹൈബീഡിന്റെ നിലപാട് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ട്. പാർലമെന്റിൽ വഖഫ് ബില്ല് ഹൈബീഡിന്റെ ഈ നിലപാടെന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. പ്ലസ് ടു കഴിഞ്ഞ് വിദേശ പഠനത്തിനായി പോകാനിരിക്കുന്ന എനിക്ക് വഖഫ് നിയമത്തിൻ്റെ പേരിൽ വന്നിരിക്കുന്ന ബുദ്ധിമുട്ട് കാരണം സാമ്പത്തികമായി എൻ്റെ പഠനത്തിൽ വഴിതടസ്സം ഉണ്ടായിരിക്കുന്ന ഈ അവസരത്തിൽ പാർലമെൻറ്റിൽ പാസ്സാക്കാനിരിക്കുന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ ഞങ്ങളുടെ MP ആയ ശ്രീ ഹൈബീഡിൻ്റെ നിലപാടറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ അപ്പനും അമ്മയും സമരമുഖത്തിരിക്കുന്ന ഈ സമയത്ത് വഖഫ് ഭേദഗതി ബില്ലിൽ ശ്രീ ഹൈബീഡിന്റെ നിലപാട് എന്താണെന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പാർലമെന്റിൽ പാസ്സാക്കാൻ പോകുന്ന വഖഫ് നിയമ ഭേദഗതിയിൽ ഞങ്ങളുടെ MP ആയ ഹൈബീഡിന്റെ നിലപാട് എന്താണെന്നറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ MP ആയ ഹൈബീഡ് എന്ത് നിലപാടെടുക്കും? എൻ്റെ അപ്പനമ്മയും സമരമുഖത്തിരിക്കുന്ന ഈ സമയത്ത് വഖഫ് ഭേദഗതി ബില്ലിൽ ശ്രീ ഹൈബീഡിന്റെ നിലപാട് എന്താണെന്നറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന മണ്ണ് ഇന്ന് എനിക്ക് സ്വന്തമില്ല എന്ന് പറയുന്നു. ഈ വരുന്ന പാർലമെൻറ്റിൽ പാസ്സാക്കാൻ പോകുന്ന വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ച് ഞങ്ങളുടെ MP ആയ ഹൈബീഡിൻ്റെ നിലപാട് എന്താണെന്നറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്.